അങ്ങനെ ഇതാക്കണം ഒച്ചയും വെളിയും ബഹളമായിട്ട് വീണ്ടും ഇതാ ഒരു സ്കൂൾ കാലം കൂടിയും വരികയാണല്ലോ അല്ലേ. കുട്ടികളും മക്കളും ഒച്ചയും വെളിയും നമ്മളെ അടുക്കളയിലെ തട്ടലും കൊട്ടലൊക്കെ ആയിട്ട് വമ്പം പരിപാടി തന്നെ വരികയാണ്. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ നമ്മളെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളെ കണ്ണൻ പോകുകയാണ്, നമ്മളെ ചെക്കൻ പോവുകയാണ്. അതാണ് ആകപ്പാടുള്ള ഇടങ്ങേറ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്നൊന്നും അറിയില്ല. ഏതായാലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതാക്കണം, ലൈക്ക് ഉണ്ട് അവിടെ, ലൈക്കുമെല്ലാം തോണ്ടാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇപ്പുറത്ത് തന്നെ അതാണ് ഡിസ്ലൈക്കിൻ്റെ ബട്ടണും കൂടി ഉണ്ട്, അതും കൂടി മറക്കണ്ട കേട്ടോ. കാരണം നിങ്ങളെ ഇഷ്ടങ്ങൾ പിടിച്ച് വാങ്ങലല്ലോ, നിങ്ങളൊരു ഇഷ്ടപ്പെട്ട് തരലാണല്ലോ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അതും കൂടി പറഞ്ഞോടുകൂടി നമ്മളെ വീഡിയോ ഇതാക്കണം വേഗം ഇങ്ങോട്ട് തുടങ്ങട്ടെ. എങ്ങനെ അട്ടം നോക്കി ഇങ്ങനെ നിന്നിട്ടില്ല, പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങട്ടെ. ഒരു 5:45 ആയപ്പോൾ അങ്ങോട്ട് നീച്ചിക്കണം കേട്ടോ. അപ്പം 7 മണിക്കാണ് ട്രെയിനുള്ളത്. ഇവിടുന്ന് ഒരു 6:30 പോയാലാണ് അപ്പോൾ ഒരു 6:45 ആകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തുള്ളൂ കേട്ടോ, നിലമ്പൂർ എത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ നല്ല ഉഷാറായിട്ടൊരു ചായയൊക്കെ ഇട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി നല്ല ഉഷാറാക്കിയിട്ട് ഓനെ വിടാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഓൻ അങ്ങനെ ചായയും കടി കുടിക്കുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ വീട്ടിലൊക്കെ ആണെങ്കിലും ഉഷാറായിട്ട് അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരത്തിനാണ് കേട്ടോ കുടിക്കുക. പിന്നെ ഇന്നലെ രാത്രി കൊണ്ടുവന്ന ചായക്ക് കടിയാണ് കേട്ടോ. അങ്ങനെ എന്തോ ബ്രെഡിൽ മുക്കിയിട്ട് എന്തൊക്കെ ഒരു പൊരിച്ചതാണ്. എന്തായാലും ഞാൻ ആ ചട്ടിയിലിട്ട് ചൂടാക്കിക്കണം കേട്ടോ, എണ്ണൊന്നും ഒഴിക്കാതെ. അങ്ങനെ ബാക്ക് പാക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിരുന്നു, ഇന്നലെ രാത്രിയെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ പാവണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. നമുക്കൊരു ഇടങ്ങേറുണ്ട് കേട്ടോ, ഈ 2 മുഖം കണ്ടാലും അറിയാം ഭയങ്കര ഇടങ്ങേറുണ്ട് എന്നുള്ളത്. അപ്പം എന്താ പറയുക, അപ്പോൾ പോയി വരട്ടില്ലേ, പഠിക്കാനല്ലേ പോണതും. നമ്മൾ കമൻറ്റ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവന് പോണ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ കുറേ കമൻറ്റ് വന്നു കേട്ടോ, പഠിക്കാനല്ലേ സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ. ഒക്കെ ശരിയൊക്കെ തന്നെയാണ്, പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ അതങ്ങ് ഓൻ പോയിട്ടുണ്ട് കേട്ടോ. ഓന് ഇനി 7 മണിക്കാണ് ട്രെയിനുള്ളത് അങ്ങാടിപ്പുറത്തേക്ക്. അവിടുന്ന് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണക്ക് കഴിഞ്ഞിട്ട് പിന്നെ ചെർപ്പുളശ്ശേരി. അങ്ങനെ ഓൻ പോയത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഇരുത്തം കുറേ നേരം, ഒരു 10 മിനിറ്റോളം ഇതാ ഈ ഒരു ഇരുത്തം ഇങ്ങനെ തന്നെയാണ് കുത്തരുന്നു കേട്ടോ ഞാൻ. അപ്പം എന്താ ഇപ്പം ഈ ചിന്തിച്ചിരിക്കണത് നെയ്ക്കാറില്ലേ, ചിന്തിക്കാൻ ഇതാക്കണം വല്ലതായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഇടങ്ങേറുണ്ടല്ലോ, ഒരു ജാതി ഒരു ഇടങ്ങേറുണ്ടായിരുന്നു പോയപ്പം. അപ്പോൾ 2 ദിവസം ഓനില്ല, ഒരു 1.5 ദിവസം തന്നെ ഉള്ളൂ. ഇത് ശനിയാഴ്ച രാത്രി വന്നിട്ട് ഞായറാഴ്ച ഫുള്ളുണ്ടായിരുന്നു. പിന്നെ തിങ്കളാഴ്ച നേരം വെളുത്തപ്പോൾ ഓന് പോകുകയായില്ലേ. അപ്പം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുമോ ഇല്ലേന്ന് അറിയില്ല. ഏതായാലും മുമ്പ് പോയിക്കണം കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വേഗം പുഴയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇരുന്നിട്ട് വേഗം ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായ ഇതാക്കണം ഓൻ കുടിച്ചതിൻ്റെ അവൻ കൊടുത്തതിൻ്റെ ബാക്കി ചായയും കടിയൊക്കെയാണ്. അപ്പോൾ ഇതാണ്, ഞാൻ പുട്ടൊന്നും നിർത്തിയിട്ടില്ല, ഇതാണ് ചൂടാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു തിന്നാനായിട്ട്. അപ്പോൾ ഇത്ര ചായ ഒന്നുമില്ല, അതിൽ കുറച്ച് ചായ ഉള്ളൂ കേട്ടോ തൂക്കാത്രത്തിലേ. അങ്ങനെ കണ്ണനെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് ചായ എടുത്ത് കൊടുത്ത് പാത്രത്തിലാക്കി കൊടുത്ത് മൂപ്പര് പണിക്കാരനയച്ചിരിക്കണം കേട്ടോ. എല്ലാവരും അങ്ങനെ സ്കൂൾക്ക് പോയി, എല്ലാവരും പറഞ്ഞയച്ചു, കണ്ണനെ പറഞ്ഞയച്ചു. കുഞ്ഞാറ്റ അതാക്കണം കുളിക്കണ്. ഇവർക്ക് മാത്രം ഒരു പരിപാടിയില്ല, അവളതാക്കണം അവിടെ അന്തമിട്ടിരിക്കുന്നു. ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഹ്യൂമാനിറ്റീസാണ് കിട്ടിയത് ഗായ്സ്. ഇനിയെന്താ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ കുറച്ച് ദിവസത്തിന് ഞാനും മോള് മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാനും ഉണ്ണിമോള് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഓൻ്റെ ക്ലാസ് തുടങ്ങിയാൽ പിന്നെ ഞാൻ ഒറ്റക്ക് കൊടുക്കാൻ മാതിരി ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ തേരാപ്പാര അങ്ങനെ അരഞ്ഞ് നടക്കും കേട്ടോ. അപ്പോൾ ഓള് ഇതാക്കണം ചായ ഒന്നും കുടിച്ചിട്ടില്ല, പല്ലൊക്കെ തേച്ച് ഇതാക്കണം റെഡി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റൻ്റെ ഫാഷൻ പരേഡ് ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഏത് ഇടണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് സ്കൂളിൽ തുറക്കണേൻ്റെ ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ കളർ ഡ്രസ്സ് ആണല്ലോ. പിന്നെ അപ്പോൾ ഏത് ഇടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ റൂമിലാണ് മാറ്റണുള്ളത് കേട്ടോ. മാറ്റും, ഒന്ന് നോക്കും, പിന്നെയും മാറ്റും, ഇതൊക്കെയാണ് ഓക്ക് പണിയുള്ളത്. അപ്പോൾ അത് ലാസ്റ്റായിട്ട് ഒരു പാൻറ്റ് കുപ്പായ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയതാണ്. ഇതുവരെ തുറന്നിട്ടില്ല കേട്ടോ ആ ഒരു ഫാഷൻ പരേഡ് കാര്യത്തി. അപ്പോൾ അത് തുറന്നിങ്ങോട്ട് വരട്ടെ, അതോളം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതല്ല ഇതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതാ ഇങ്ങനെയാണ് കോസ്റ്റ്യൂം ഇല്ലത്. അപ്പോൾ ഇതെങ്ങനെ രണ്ടടി ഇട്ടിട്ട് ലുക്ക് ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഒന്നാമത് ആ ഒരു പാൻറ്റ് ഇത്തിരി ലൂസാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുത്തിപ്പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അതിന് ഇഞ്ചിങ്ങോട്ട് വാവേ, ഞങ്ങൾ മുന്നിൽ ഇറന്നാൽ അജ്ജ അങ്ങോട്ട് വരുവുള്ളൂ. ഇങ്ങോട്ട് വാ. ആ പൈസ എടുത്തിട്ടില്ലേ പോരെ? ആ കല്ലെടുത്ത് എറിഞ്ഞതാണ്, അത് സാധനം ചോരന്ന് എന്തിനവിടെ ആദ്യേ വന്നോ? ടീച്ചർ എപ്പോഴാ വന്നേ? ഇത് കൂടെ പോയപ്പം
ഇവനൊക്കെ സ്കൂൾക്കാരാണ് ഗായ്സ്. അതിലൊക്കെ ചാടി കളിക്കുന്നുണ്ട്. ചാടി കളിക്കുന്നു. ഇന്നിപ്പോൾ നാളെ വീഡിയോ ഇടാക്കി പ്രവേശനോത്സവം തന്നെ ഉള്ളൂ. പായസം വെച്ചിട്ടുണ്ടെന്ന് വിളിക്കാൻ കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ വരാം കുടിക്കാനും. ഇതിലൊക്കെ തൂക്കാണ്. അങ്ങനെ ഒരു അങ്കപ്പുറപ്പാടനെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ ഒരു വരവില്ലത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ണന് മെസ്സേജ് അയക്കണ്ട് എത്തിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരു 8:45 അവിടെ എത്തിയേക്കണം കേട്ടോ. 9 മണിക്ക് ഓന് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്. അപ്പോൾ ഒരു 8:45 എത്തിയിട്ട് പിന്നെ അവിടുന്ന് ചോറൊക്കെ എടുത്തിട്ട് പിന്നെ വേഗം അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട്, ഇത്തിരി നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞിട്ട്. റൂമിൻ്റെ അടുത്തുനിന്ന് ആശുപത്രിയിലെത്തുന്ന ഇത്തിരി നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതാക്കണ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇതാക്കണ നമ്മൾക്ക് ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം ഉണ്ടാക്കുള്ളൂ. നമ്മൾ തിന്നോ കുടിച്ചോ ഇങ്ങനെ ഇടക്കുന്നതാൽക്കും ഞാനിങ്ങനെ ചോദിക്കും കേട്ടോ, മെസ്സേജെങ്കിലും അയച്ച് ചോദിക്കും. വിളിക്കാൻ ഏതായാലും കഴിയൂലല്ലോ ആ ഒരു നേരത്തൊന്നും. പകൽ നേരത്തൊന്നും ഓന് വിളിക്കാൻ കഴിയൂല, രാത്രിയാണ് കേട്ടോ ഓനോ ഞാൻ വിളിക്കലും. അപ്പോൾ വീഡിയോ കോളായിട്ട് അങ്ങനെ ചെയ്യലും. പിന്നെ ഇടക്കുന്നതാൽക്കും മെസ്സേജ് അയച്ചിടും കേട്ടോ, ചോറ് തിന്നോ ചായ കുടിച്ചോ തിരക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിച്ച് ഇടും. അപ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ, തിന്നും കുടിച്ചുണ്ടല്ലോ. ഇനിയിപ്പം തിരക്കാണെങ്കിലും പോലും തിരക്കില്ല എന്നൊക്കെയാണ് പറയുക, അതറിയാം. എന്നാലും നമുക്കൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെ വിളിച്ച് പറഞ്ഞ് നിൽക്കുമ്പം. അപ്പോൾ നമ്മളെ അമ്മമാർ കണ്ടില്ലേ നമ്മളങ്ങനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിക്കുക രാത്രിയായിട്ട് വിളിക്കുക. അമ്മ എല്ലാ പണിയൊക്കെ ഒരുക്കാണ്ട് പിന്നെ ഇങ്ങനെ ഈ കിടക്കാൻ നേരത്താണ് അമ്മ വിളിക്കുക. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, ഇവിടുത്തെ കാര്യങ്ങൾ കുട്ടികളെ എവിടെ കണ്ണം വിളിച്ചോ, പണി ഉണ്ടേന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് ചോദിക്കും. ഇപ്പോഴും അമ്മമാർ അമ്മക്ക് വിളിക്കണില്ലേ, അതേമാതിരിക്ക് തന്നെ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് എന്താ കാര്യം തിന്നോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു സുഖമാണല്ലോ, അമ്മമാർക്ക് അതൊരു സുഖമാണ്. അപ്പോൾ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഏതായാലും അങ്ങനെ ആണ് പോയിക്കണം. അപ്പോൾ അമ്മമ്മ വിളിച്ച് രാവിലെ തന്നെ വിളിച്ചിട്ടോ പോയോ ചോദിച്ചിട്ട് അമ്മമ്മ രാവിലെ വിളിക്കലോ തുടങ്ങിയിരിക്കണം. എപ്പോഴാണ് പോയി ചായ കൊടുത്തിട്ടാ പറഞ്ഞേച്ചതെന്നൊക്കെ ചോദിച്ചു അമ്മമ്മ. അപ്പോൾ അമ്മമ്മ അച്ഛമ്മയൊക്കെ ഇങ്ങനെ വിളിയും തെളിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണ് വീട് നമുക്ക് തിരിച്ച് വരാം കേട്ടോ. പോയ വണ്ടി അങ്ങനെ പോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല, തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ അങ്ങനെ ആ വണ്ടി അങ്ങനെ പോട്ടല്ലേ. അപ്പോൾ നമ്മളെ വണ്ടി ഇതാക്കണ് ചെന്ന് നിൽക്കണത് ഈ അടുക്കളേക്കാണ്. വേഗം അടുക്കള പുറത്ത് വന്നാണ്ട് ചോറും കൂട്ടാനുള്ള പരിപാടി ഇരിക്കുക കേട്ടോ. ഇനി വേഗം ചോറ് അയക്കണം കേട്ടോ. ഇനി പൈക്കില്ല കൂട്ടാനാണ് ആക്കണത്. കൂട്ടാൻ എന്ന് പറയാനൊന്നുമില്ല, ഒന്ന് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് താളിക്കുന്നുണ്ട്, പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട്, പിന്നെ 2-3 മുട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. മുമ്പൊരു പണിക്ക് പോയതാണല്ലോ, അപ്പോൾ പണിക്കൊക്കെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും കൂടി വട്ടം ഇരുന്ന് ചോറ് തിന്നുമ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ നമുക്കും ആദ്യമൊക്കെ ഇല്ലേ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് അങ്ങനെയാണല്ലോ. ഞാൻ ചിലപ്പോൾ ഓരോ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ആവും കൊണ്ടുവരാം, മറ്റുള്ള മുട്ടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ് കേട്ടോ. പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്കിത് സ്കൂളിൽ തന്നെ ഇഷ്ടംപോലെ ചോറ് കൂട്ടാൻ സാമ്പാർ അച്ചാർ മുട്ട പൊരിച്ചതെന്നും പറഞ്ഞാൽ ഒരുവിധ സാധനങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ പഠിച്ച കാലത്തൊന്നും പോലെയൊന്നും അല്ല, കുറേ മാറ്റം ഉണ്ടല്ലോ. അപ്പം ഇനി ഇതിലേറെ മാറാൻ കിടക്കണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് പഠിച്ചവരറിയാം. അപ്പം അതിൻ്റെ പപ്പടം പൊരിക്കലാണ് നടക്കുന്നതുകൊണ്ട് ചോറ് വെന്തപ്പോൾ നല്ല കനൽ കണ്ടപ്പോൾ ഞാൻ വേഗം ഇതാക്കണ് അടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗ്യാസ് പിടിപ്പിക്കേണ്ടേ തീ പിടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇതാക്കണം, അടുപ്പ് തന്നെയാണ് ഉണ്ടാക്കാൻ തിരിഞ്ഞേക്കാണ്. അങ്ങനെ ഇതാക്കണ് ഉണ്ണിമോൾ ഇതാ കുളി തേവാരം അടിച്ചു വരൽ തുടക്കലെന്നും പറഞ്ഞാൽ ഓളിങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓക്ക് മമ്പാട് പോകാണ്ട് അക്ഷയ പോകാണ്ട് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ അതിലേറെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓക്കും ക്ലാസ് തുടങ്ങാനായിക്കണ്, ട്രയൽ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ മെയിനായിട്ടില്ല ഒരു റിസൾട്ട് വരാൻ കിടക്കണ്. അപ്പോൾ അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഒക്കെ അങ്ങനെ ഓക്കും തന്നെ ബിസിയാണ്. നമ്മളും ബിസി ആയിക്കുമ്പോഴാണ് പല ചിന്തകളും നമ്മളേതാണ്ട് വിട്ടു പോകുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ മൂടി കെട്ടി ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തിരുന്നാണ്ടല്ലോ, ചിന്തകളോട് ചിന്തകളേക്കാരും തലൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെറുതെ എടുത്ത് ചിന്തകളെ കയറ്റിയേക്കാരം. അപ്പോൾ അങ്ങനെ ചിന്ത കയറ്റുന്നതിന് ഭേദം എന്ത് കാട്ടും, ബിസി ആയിട്ട് അങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാക്കണം ഇതിൻ്റെ മുട്ട പൊരിക്കൽ ഇതാക്കണത് നടത്തട്ടെ ഞാൻ. അപ്പോൾ ആ ഒരു താളിപ്പ് ഉണ്ടാക്കിയ ഒരു ചട്ടി ഒന്ന് ഉള്ളൊന്ന് ചെറുതായിട്ടാണ് കഴിക്കാണ്ട് പിന്നെ അത് അടുപ്പത്ത് തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഈ അടുപ്പത്ത് വെക്കുമ്പോൾ സുഖം എന്താ വെച്ചാൽ ഇതിങ്ങനെ ചട്ടി മാറ്റി എടുക്കണ്ട കേട്ടോ. അതിങ്ങനെ പകർന്ന് വെച്ചാൽ മതി. ഓരോ സാധനമായിട്ട് അതൊന്ന് പകർന്ന് വെക്കുക, പിന്നെ ആ ചട്ടി തന്നെ വെക്കുക, അങ്ങനെയാണ് എളുപ്പം. അപ്പോൾ ഒന്ന് മുട്ട പൊരിക്കണത് ഇങ്ങനെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ നമ്മളെ
സവാള ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരു ഇത്തിരി ഉപ്പൊക്കെ ഇട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അടിപൊളി മുട്ട പൊരിച്ചതാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെ മുട്ട പൊരിക്കുക, മുട്ട ഇടും, ഉപ്പിടും, അതേമാതിരി കുരുമുളക് എന്തെങ്കിലും അത് എടുത്തിടും, പിന്നെ തന്നെ സവാള ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് പാരലല്ലോ സാധാരണ ഒരു മുട്ട പൊരിക്കൽ. പക്ഷേ ഈ ഒരു മുട്ട പൊരിക്കൽ അടിപൊളിയാട്ടോ. അപ്പോൾ ആ ഒരു ഞെരിഞ്ഞ ഒരു ഉള്ളി ഉണ്ടല്ലോ, വഴന്ന ഉള്ളി ഉണ്ടല്ലോ, അതൊക്കെ തിന്നാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഏറെക്കുറെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ മുട്ട പൊരിക്കൽ. എളുപ്പമുണ്ട്. കുറേ നേരം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മുട്ട പൊരിക്കും, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ് കേട്ടോ മുട്ട പൊരിക്കലും. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലപോലെ ഉപ്പിലിട്ട് കടന്ന് വാടി ഉഷാറായിട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കി പൊരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ മുട്ട, ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ മുട്ടയാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണത് മുട്ട പൊട്ടിച്ചപ്പം ഒന്നായിട്ട് ഇല്ലാണ്ട് ചാടിയിട്ടോ. നമ്മളെ ബിഗ് ബോസിൽ ജാസ്മിൻ പറഞ്ഞവർക്ക് ആരും കണ്ടിട്ടില്ല, നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ പറഞ്ഞവർക്ക് ആയി പോയിട്ടത്. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ തൊലിയൊക്കെ നിർത്തിയിട്ട് കുഴപ്പമില്ല, ആരും കണ്ടിട്ടൊന്നുമില്ല, എനർജിയാണെന്ന് പറഞ്ഞില്ല, അതേമാതിരിക്ക് ആയിപ്പോയി. ഏതായാലും 3 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുട്ട പൊരിച്ചൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ പപ്പടം കാച്ചി, കറി ഉണ്ടാക്കി, അടിച്ചു വാരി, തുടച്ചു, പാത്രം കഴുകി, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനിയിപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ രാത്രിക്കുള്ള ചോറും കൂട്ടാനൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഞാനും. ഇനിയിപ്പോൾ രാത്രി വേറെ വെക്കണം. അങ്ങനെ മുട്ട പൊരിച്ചതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മുളക് ഇടാൻ മറന്നു കേട്ടോ. പച്ചമുളക് സത്യം പറഞ്ഞാൽ ഇതിൽ ഇവിടെ ഇല്ല കേട്ടോ, പറ്റ ഉണക്കായി പോയി മുളക്. അതിൽ പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു മൊരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ അത് തിന്നാനാട്ടോ നല്ല ടേസ്റ്റ്. മറ്റേത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പച്ചയുള്ളി ചോയക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പച്ചയുള്ളി ചോയക്കൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ ബെസ്റ്റ് ആയിക്കാരം. ഉള്ളിയൊക്കെ തിന്നാത്തൊരു കുട്ടികളാണെങ്കിൽ അടിപൊളി ആയിക്കാരം. അപ്പോൾ ചോറൊക്കെ ഇതാക്കണം, മൂപ്പർക്ക് ആക്കി വെച്ചിട്ട് ഇനി വേഗം കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇത് പിന്നെ ചോറൊക്കെ കൊണ്ടു കൊടുത്തു. ഞങ്ങൾ ചോറ് തിന്നു, പിന്നെ കുറച്ച് നേരം ഒന്ന് കടന്നു, കുറച്ച് നേരം മെഷീൻ അടിക്കാണ്ടായിരുന്നു, അതടിച്ചു. അങ്ങനെ നേരെ അങ്ങനെ കയറിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോഴാണല്ലോ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അങ്ങനെ ഇതാക്കണ്. സൂര്യനൊക്കെ പോയി നല്ല അസ്തമിച്ചൊക്കെ കഴിഞ്ഞാലാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ തിരിഞ്ഞ്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ ഈ ഒരു വൈകുന്നേരത്ത് നമ്മൾ ആ മാനം നോക്കിയാൽ നല്ല രസമാണ്. നല്ലൊരു നീല കളറൊക്കെ വന്നിട്ട് അങ്ങനെ വിളക്കത്തിക്കാൻ നേരമായപ്പോൾ ഇതാക്കണ ഒരാൾ ഇത് അടിച്ചു വാരലാട്ടോ. നല്ല അടിച്ചു വാരലാണ്. ഒരാൾ കുളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓല കുളിക്കലും വിളക്കത്തിക്കലും അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീട് കണ്ടെത്തിയില്ലാത്തൊരു കുറേ ആൾക്കാരുണ്ടാവില്ല, പുതിയ വന്ന ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മുൻഭാഗം. കാരണം എന്താ വെച്ചാൽ നമ്മളെ അടുക്കള മാത്രമല്ല, നമ്മളെ അകം മാത്രമേ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയുള്ളൊരു വീഡിയോ നമ്മൾ എടുക്കലേ ഇല്ല. അപ്പോൾ അതിനുള്ളൊരു ഇതുമില്ല കേട്ടോ. പിന്നെ ഒരു റോഡുണ്ട്, ഇത് പുഴയ്ക്കില്ല റോഡാട്ടോ. അപ്പോൾ നമ്മളെ പുഴ ഇതാക്കണം തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഏത് നേരത്തും നമ്മൾ പുഴയിൽ പോയി കുളിച്ച് വരുന്നത്. പിന്നെ മുൻഭാഗത്ത് ഇതാക്കുന്നത് കണ്ടോൻ്റെ റബ്ബറാണ് കേട്ടോ. പിന്നെ ആ റോഡ് അറിയുന്നത് നമ്മൾ പുഴയ്ക്കുള്ള റോഡാണ്. പിന്നെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഗ്രാമം, നമ്മളെ പ്രദേശങ്ങളൊക്കെ. അപ്പം ഇനി ഇതാക്കണം നാളെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ ഇടാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു വിശേഷങ്ങളാണ്. രാവിലെ നീക്കൽ, കുട്ടികളെ പറഞ്ഞയക്കൽ, അടിക്കൽ, തുടക്കൽ എന്നും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പണിയുണ്ട് അല്ലേ. ഒരു കൂലി ഇല്ലെങ്കിലും ഒരുപാട് പണി നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഞാൻ വരും, നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ വരും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും കൂടി ചെയ്തോളൂ കേട്ടോ. ബൈ ബൈ.